ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവരുടെ കിതാബ് തൗഹീദിന് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല എഴുതിയ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് ഓഡിയോ നമ്പർ 38. വഹാദ അയ്ളൻ യദുല്ലു അലൽ മുഹാഫളതി അലൽ ഔലാദി വൽ മുഹാഫളതി അലാ ഫിത്രതിഹിം. വഹാദ അയ്ളൻ യദുല്ലു, ഇത് അറിയിക്കുകയും ചെയ്യുന്നു, അലൽ മുഹാഫളതി അലൽ ഔലാദി, കുട്ടികളെ ശരിയായി പരിപാലിക്കണമെന്ന്, വൽ മുഹാഫളതി അലാ ഫിത്രതിഹിം, അവരുടെ ശുദ്ധ പ്രകൃതി കാത്തു സൂക്ഷിക്കണം, അത് നമ്മൾ ശ്രദ്ധിക്കണം എന്ന്. വയദുല്ലു, അതറിയിക്കുകയും ചെയ്യുന്നു, അല വുജൂബി തെർബിയത്തി അലൽ ഇസ്ലാം, ഇസ്ലാമിലായി അവർക്ക് തെർബിയത്ത് നൽകണം. തെർബിയത്തി അല തൗഹീദ്, തൗഹീദിലായിക്കൊണ്ട് തെർബിയത്ത് നൽകണമെന്ന്. വതസ്ഹീഹിൽ അഖീദത്തി, അഖീദ ശരിയാക്കണമെന്ന്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെ. ലിഅന്ന ബഅദന്നാസിൽ യൗമ ലാ തഹിമ്മുഹും അൽ അഖീദ, കാരണം ഇക്കാലത്ത് ചില ആളുകൾക്ക് അവർക്ക് അഖീദ വിഷയമല്ല. വയഖൂലൂന അൽ അഖീദത്തു അംറുഹാ സഹ്ലുൻ, അവർ പറയും അഖീദ എന്ന് പറഞ്ഞാൽ ഉദാരമായ വിഷയമാണ്. വന്നാസു അഹ്റാറുൻ ഫി അഖാഇദിഹിം, ജനങ്ങൾക്ക് അവരുടെ വിശ്വാസ കാര്യങ്ങളിൽ സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് അവർ വാദിക്കുന്നത്. വല യഹ്തമൂന ബി അംരി ഷിർക്കി, ഷിർക്കിൻ്റെ വിഷയത്തിൽ അത് അവർക്ക് പരിഗണിക്കുന്നില്ല. വയഖൂലുന ഹാദിഹി ഇജ്തിഹാദാത്തുൻ, അവർ പറയുന്നു ഇതൊക്കെ ഇജ്തിഹാദുകളാണ്, ഇജ്തിഹാദിയായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ്. വല യഹ്തമൂന ബിദ്ദഅവതി ഇല തൗഹീദ്, തൗഹീദിലേക്കുള്ള ദഅവത്ത്, പ്രബോധനം എന്നത് അവർ പരിഗണിക്കുന്നില്ല, അതിന് മുൻഗണന നൽകുന്നില്ല. വത്തഹദീരി മിന ഷിർക്കി, ഷിർക്കിൽ നിന്ന് സൂക്ഷിക്കണം എന്നത് സംബന്ധിച്ചും. വതസ്ഹീഹിൽ അഖാഇദി, അഖീദ സഹീഹാക്കണം എന്നതും അത് പല ആളുകളും ഇന്ന് പരിഗണിക്കുന്നില്ല എന്നതാണ്. അപ്പോൾ ഇവിടെ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ പറഞ്ഞു, എന്ത്, ഹിസാബും അദാബും ഇല്ലാതെ, വിചാരണയും ശിക്ഷയും ഒന്നുമില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു വിഭാഗം ആളുകൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലുണ്ട്. 70,000 ആളുകൾ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽപ്പെട്ട ആളുകൾ 70,000 ആളുകൾ അത്തരത്തിലുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സഹാബാക്കൾ അതിൽ ചിന്തിച്ചു, അവർ ഇങ്ങനെ ആലോചിച്ചു, സഹാബാക്കളായിരിക്കാം ഉദ്ദേശിക്കുന്നത്. ചിലർ ഇങ്ങനെ വിചാരിച്ചു, എന്ത്, അവർ ഇസ്ലാമിലായി ജനിച്ച മുസ്ലിം മാതാപിതാക്കൾക്ക് ജനിച്ച് മുസ്ലിങ്ങളായി വളർന്ന് ശിർക്കൊട്ടും ചെയ്യാത്ത ആളുകളെ ആയിരിക്കാം അവർ എന്നൊക്കെ അവരിങ്ങനെ ധരിച്ചു. അതിൽ ആ രണ്ടാമത്തെ ധാരണയെക്കുറിച്ചാണ് വിശദീകരിച്ച് പറയുന്നത്. ഫഖൗലു സഹാബത്തി, അപ്പോൾ സഹാബാക്കളുടെ വചനം, ഫലഅല്ലഹുമുല്ലദീന ഉലിദൂ ഫിൽ ഇസ്ലാമി വലം യുശ്രികൂ ബിഹി ഷൈഅൻ, അപ്പോൾ അവർ ഇസ്ലാമിലായി ജനിച്ചവരായിരിക്കും, അവർ അള്ളാഹുവിലൊന്നും ഷിർക്ക് ചെയ്യാത്തവരായിരിക്കും എന്ന് പറഞ്ഞാൽ ആദ്യമേ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളായിരിക്കും. യദുല്ലു അലാ ഖത്രി ഷിർക്ക്, അപ്പോൾ ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഷിർക്കിൻ്റെ അപകടത്തെ സൂചിപ്പിക്കുന്നു. ഖത്തർ. വഅന്നൽ ഇൻസാന ലൗ ഉലിദ ഫിൽ ഇസ്ലാമി ഫഇന്ന ഹാദാ ലാ യക്ഫി, മാത്രമല്ല ഒരാൾ ഇസ്ലാമിലായി ജനിച്ചു എന്നതുകൊണ്ട് മാത്രം പോരാ. ലാബുദ്ദ അൻ യസ്ലിമ മിന ഷിർക്ക്, അയാൾ ഷിർക്കിൽ നിന്ന് മുക്തനാവുകയും വേണം. വലാ യസ്ലിമു മിന ഷിർക്ക് ഇല്ലാ ഇദാ അറഫഹു വഅറഫ തുറുഖഹു, അപ്പോൾ ഷിർക്കിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടുകയില്ല, ഇല്ലാ ഇദാ അറഫഹു, അവൻ അത് അറിഞ്ഞാലല്ലാതെ, ഷിർക്ക് എന്താണെന്ന് അവൻ അറിയണം. വഅറഫ തുറുഖഹു, അതിൻ്റെ വഴികളും അവൻ അറിഞ്ഞാലല്ലാതെ. ഹത്താ യതജന്നബഹു വയുഹദ്ദിറ മിൻഹു, എന്തിന്, അത് ആ ഷിർക്ക് അവൻ ഒഴിവാക്കാനും അതിൽ നിന്ന് സൂക്ഷിക്കാനും. അമ്മാമ യജ്ഹലു ഷൈഅ ഫറുബമാ യഖഉ ഫീഹി, ഒരാൾക്കൊരു വിഷയത്തെ സംബന്ധിച്ച് അറിവില്ലെങ്കിൽ അതിൽ അയാൾ പെട്ടുപോകാൻ സാധ്യതയുണ്ടല്ലേ. അന്നഹു ലാ യദ്രി അൻഹു, കാരണം അയാൾക്ക് അതെന്താണെന്ന് അറിയില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു യഖൂൽ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നമാ തുൻഖദു ഉറൽ ഇസ്ലാമി ഉർവത ഉർവ, ഇസ്ലാമിൻ്റെ ടൈസ്, ബന്ധങ്ങൾ, അത് കയറുകൾ, അത് ഓരോന്നോരോന്നായി അഴിച്ചിടപ്പെടും. ഇതാ നഷഫിൽ ഇസ്ലാം മല്ലായ ആരിഫുൽ ജാഹിലിയ, ജാഹിലിയത്ത് അറിയാത്ത, എന്താണെന്നറിയാത്ത ആൾ ഇസ്ലാമിന് വളർത്തുന്നത് എന്ന് പറഞ്ഞാൽ ജാഹിലിയത്ത് എന്താണെന്ന് അറിയണം, അപ്പോഴല്ലേ ജാഹിലിയത്തിൽ പെടാതിരിക്കുള്ളൂ. ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു യഖൂൽ, ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, കാനന്നാസ് യസ്അലൂന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖൈരി, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആളുകൾ നന്മയെ സംബന്ധിച്ച് ചോദിക്കുമായിരുന്നു. വകുന്തു അസ്അലുഹു അനിൽ ശർരി, ഞാൻ തിന്മയെക്കുറിച്ചാണ് നബിയോട് ചോദിച്ചിരുന്നത്. മഹാഫത അൻ അഖാഫിഹി, ആ തിന്മയിൽ ഞാൻ പെട്ടുപോകാതിരിക്കാൻ, ഞാൻ തിന്മയിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി തിന്മ എന്താണെന്നാണ് ഞാൻ റസൂലിനോട് ചോദിച്ചിരുന്നത്. ഫഹാദ അമ്രുൻ അദീമുൻ ജിദ്ദൻ, ഇത് വലിയ മഹത്തായ ഗൗരവതരമായിട്ടുള്ളൊരു കാര്യമാണ്.
അൽ ഇഹ്തിമാമു ബി അംറിൽ അഖീദ, അഖീദ വിഷയത്തിലുള്ള പരിഗണന, പ്രാധാന്യം എന്നത്. വൽ ഖൗഫു മിന ഷിർക്ക്, ഷിർക്കിൽ നിന്നുള്ള ഷിർക്കിനെ ഭയക്കുക എന്നതും. വമൻ ഖാഫ മിൻ ഷൈഇൻ ഫഇന്നഹു യഹ്റുബു മിൻഹു. അപ്പോൾ ഒരാളൊരു കാര്യം ഭയന്നാൽ അതിൽ നിന്ന് അയാളോടും രക്ഷപ്പെടാൻ നോക്കും. വലാ യുംകിനു അൻ യഹ്റുബ മിൻഹു ഇല്ലാ ഇദാ അറഫ മിൻ അൻ യഅതിഹി ഹാദൽ അദുവ്വു വമിൻ ഐന യുദ്രിക്കുഹു ഫഹദ അംറുൻ അദീം. അപ്പോൾ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് തിന്മയായിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ, അതിൽ നിന്ന് ഓടിപ്പോകാൻ, വിട്ടു നിൽക്കാൻ കഴിയില്ല. അത് എവിടുന്ന് എങ്ങനെ വരുന്നു എന്നൊക്കെ അറിയാതെ. അപ്പോൾ ഇതൊരു വലിയ കാര്യം തന്നെയാണ്. വഖൗലുഹു, എന്നിട്ട് ഹദീസിലെ വചനം പറയാണ് എന്ത്? സുമ്മ ഖറജ അലൈഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് അകത്തേക്ക് പോയിരുന്നല്ലോ. അങ്ങനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുത്തേക്ക് തിരിച്ചു വന്നു. ഫഅഖ്ബറൂഹു, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു. ദക്കറു മാ ബഹ്സു ഫിഹി വമാ ഖാദു ഫിഹി, അവർ അന്വേഷിച്ച കാര്യം, അതേപോലെ അവർ എന്തിലാണോ ചർച്ചയിൽ നിമഗ്നരായിരുന്നത് ആ കാര്യം അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വൽ ഇജ്തിഹാദാത്തുല്ലതി അബ്ദൗഹ ഹൗല ഹാദൽ അംർ, ഈ ഹിസാബും അദാബും ഒന്നുമില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ നടത്തിയ ഗവേഷണങ്ങൾ ഒക്കെ ആരായിരിക്കുമെന്ന്. വഹാദാ ഫീഹി ദലീലുൻ അലാ മശ്റൂഇയ്യത്തിൽ മുബാഹസതി ഫീ ഉമൂരിൽ ഇൽമി, ഇൽമിൻ്റെ കാര്യങ്ങളിൽ ബഹസ് ചെയ്യാം, അന്വേഷണങ്ങൾ നടത്തൽ ഷറാക്കപ്പെട്ടതാണ് എന്നതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. വൽ ബഹസു അലാ അൻ മആനി കലാമില്ലാഹി വ കലാമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ കലാമ് സംബന്ധിച്ചും അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരം സംബന്ധിച്ചും ഉള്ള ആശയം അന്വേഷിക്കൽ അത് ഷറാക്കപ്പെട്ടതാണ്, അത് കുഴപ്പമില്ല. ഹത്താ നഅമല ബിഹി, അതെന്തിനാണ്? നമുക്കത് വെച്ച് പ്രവർത്തിക്കാൻ. വലൻ തഫിഉ ബിഹി, നമുക്കതുകൊണ്ട് ഉപകാരം സിദ്ധിക്കാൻ. വഖൗലുഹു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വചനം, ഖാല, അദ്ദേഹം പറഞ്ഞു, അവിടുന്ന് പറഞ്ഞു, ഹുമുല്ലദീന ലാ യസ്തർഖൂൻ, അവർ മന്ത്രിക്കുന്ന ആൾ തേടാത്തവരാണ്, റുഖയ്യ തേടാത്തവരാണ് എന്ന്. യാനി ഉദ്ദേശിക്കുന്നത് ലാ യത്ലുബൂന മിൻ ഗൈരിഹിം അൻ യർഖിയഹും, അവരെ മന്ത്രിക്കണമെന്ന് മറ്റുള്ളവരോട് അവർ തേടൂല. അല്ലാതെ അവർ ഒരു റുഖയ്യ എന്ന് പറഞ്ഞാൽ ഒരു ദിക്റുകളും ദുആകളും ഖുർആനിൽ വന്ന ആയത്തുകളൊക്കെ ഉപയോഗിച്ചുള്ള ചികിത്സ, അത് അള്ളാഹുവിനെ അവലംബിക്കലാണ്, പ്രാർത്ഥിക്കലും ഒക്കെ തന്നെയാണത്. അപ്പോൾ റുഖയ്യ മറ്റൊരാളോട് തേടില്ല എന്നാണ് പറഞ്ഞത്. ലിമാദ, എന്തുകൊണ്ട്? ലി അന്ന ത്വലബർ റുഖിയ്യത്തി മിനൻ നാസി സുആലുൻ ലിൽ മഖ്ലൂഖി, അപ്പോൾ ജനങ്ങളിൽ നിന്ന് റുഖയ്യ തേടുക എന്നത്, മന്ത്രം തേടുക എന്നത് അത് സൃഷ്ടിയോടുള്ള ചോദ്യമാണ്. പാടില്ല എന്നല്ല പറയുന്നത്. അത് ഷറാക്കപ്പെട്ട റുഖയ്യ ആണെങ്കിൽ, റുഖയ്യ ഷറായി ആണെങ്കിൽ മറ്റൊരാളെ കൊണ്ട് റുഖയ്യ നടത്തിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അത് ശക്തമായ തവക്കുലിനെതിരാണല്ലോ. സുആലുലിൽ മഖ്ലൂഖി ഫിഹി ദില്ലത്തുൻ, അപ്പോൾ സൃഷ്ടിയോട് ചോദിക്കുക എന്നതിലൊരു നിന്ദ്യതയുണ്ട്. ഫഹും യസ്തഗ്നൂന അനിൻ നാസ്, അപ്പോൾ അത്ര ഉന്നതരായിട്ടുള്ള ആളുകൾ അവരെന്ത് ചെയ്യും? തവക്കുൽ ശക്തമായ ആളുകൾ, അവരെ സംബന്ധിച്ചാണ് പറയുന്നത്, അവർ ജനങ്ങളിൽ നിന്ന് നിരാശ്രയരായിരിക്കും. വയഅ്തമിദൂന അലല്ലാഹി സുബ്ഹാനഹു വതആല, എന്നാൽ അവർ അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രം അവലംബിക്കും. വഹാദാ മിൻ തമാമി തൗഹീദി, ഇത് തൗഹീദിൻ്റെ പൂർണ്ണതയാണ്. അന്നൽ ഇൻസാന ലാ യസ്അലുൻ നാസ, മനുഷ്യരോട് മറ്റു മനുഷ്യരോട് ചോദിക്കാതിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബായഅ ബഅദ അസ്ഹാബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചില അനുയായികളെ സഹാബാക്കളോടുമായിട്ട് ബൈഅത്ത് ചെയ്തിരുന്നു. എന്ത്? അൻ ലാ യസ്അലുൻ നാസ ഷൈഅൻ, അവർ ജനങ്ങളോടൊന്നും ചോദിക്കരുത് എന്ന്. ഫകാന അഹദുഹും ഇദാ സഖത സൗതഹു മിൻ അലാ റാഹിലതിഹി ലാ യഖൂലു ലി അഹദിൻ നാവിൽനി അസ്സൗത. അപ്പോൾ ഈ ഒട്ടകപ്പുറത്തോ അല്ലെങ്കിൽ വാഹനപ്പുറത്തൊക്കെ മൃഗങ്ങളുടെ പുറത്ത് പോകുമ്പോൾ, റാഹിലത്തിൻ്റെ പുറത്ത് പോകുമ്പോൾ തൻ്റെ സൗത്ത് ചാടിപ്പോയാൽ അത് ഒന്ന് എടുത്തു തരോ, നാവിൽനി അസൗത്ത്, ആ സൗത്ത് ഒന്ന് എടുത്തു തരോ എന്ന് പോലും അവർ പറയില്ലായിരുന്നു. ലിയന്നഹും യുരീദൂന അൽ ഇസ്തിഗ്നാ അനിന്നാസ്, കാരണം അന്നാസ്, അപ്പോൾ ജനങ്ങളിൽ നിന്ന് അവർ നിരാശ്രയരാകുക, അള്ളാഹുവിനെ മാത്രം അവലംബിക്കുക എന്നാണ് അവർ ഉദ്ദേശിച്ചത്. ലാക്കിൻ സുആലു അഹ്ലിൽ ഇൽമി അമ്മാ അഷ്കല ലൈസ മിൻ ഹാദാ, എന്നാൽ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളിൽ, മനസ്സിലാക്കാൻ പ്രയാസമുള്ള വിഷയങ്ങളിൽ, ദീനിയായിട്ടുള്ള വിഷയങ്ങൾ, അത് പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കൽ, അത് ഇതിൽ പെട്ടതല്ല, അത് പ്രശ്നമല്ല. വഹുവ വാജിബുൻ, അത് നിർബന്ധമാണ്. കാരണം താല അല്ലാഹു തആല പറഞ്ഞു, ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾ അറിവുള്ളവരോട് ചോദിക്കുക, അഹ്ല ദിക്റിനോട് ചോദിക്കുക, വേദക്കാരോട് ചോദിക്കുക എന്നൊക്കെ അതിനർത്ഥമുണ്ട്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്ന്. ഇതാ കാന ദാലിക അൻ ഹാജത്തിൻ, അപ്പോൾ ഹാജത്തിനെ
അത് ഒരു ആവശ്യത്തിനാണെങ്കിൽ അമ്മാ സുആലു തഅന്നുതി വൽ ഇസ്തിക്ബാരി വ തഅജീസിൽ മസ്ഊലി ഫഹാദാ ലാ യജൂസ്. അപ്പോൾ അറിയാൻ വേണ്ടിയിട്ട് സംശയങ്ങളൊക്കെ ചോദിക്കാം, പണ്ഡിതന്മാരോട് ചോദിക്കുക, അറിവുള്ള വ്യക്തികളോട് ചോദിക്കുക, അല്ലെങ്കിൽ ആ വിഷയം അറിയുന്നു നമുക്ക് ബോധ്യമുള്ള നമുക്ക് തോന്നുന്ന വ്യക്തികളോട് ചോദിക്കാം. അമ്മാ സുആലു തഅന്നുതി എന്നാൽ ധിക്കാരത്തിൻ്റെ ചോദ്യം, വൽ ഇസ്തിക്ബാരി പൊങ്ങച്ചത്തിൻ്റെ ചോദ്യം, കിബർ നടിക്കുന്നതിൻ്റെ ചോദ്യം, തഅജീസിൽ മസ്ഊലി ചോദിക്കപ്പെട്ട ആൾ അയാളെ അശക്തനാക്കുക എന്ന നിലക്ക് അയാളൊന്ന് ഉത്തരം മുട്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ചോദിക്കൽ ഫഹാദാ ലാ യജൂസു, ഇത് അനുവദനീയമല്ല. ലിഅന്നഹു ലൈസ അൻ ഹാജ, കാരണം അതിൽ ആവശ്യമില്ല. വഇന്നമാ ഹുവ അൻ ഇദ്ഹാരി അളമ, അയാളുടെ മഹാത്മ്യം വെളിവാക്കാൻ വേണ്ടി മാത്രമാണത്. അന്ന സായില അഅലം മിനൽ മസ്ഊൽ, ചോദിക്കുന്ന ആൾ ചോദിക്കപ്പെടുന്ന ആളേക്കാൾ അറിയുള്ള ആളാണ് ആ വിഷയം, എന്നിട്ടും അയാൾ ചോദിക്കണം. കാനൽ ഇൻസാനു മുത്തറൻ, അപ്പോൾ വഹദാ ലാ യജൂസ്, ഇത് അനുവദനീയമല്ല. വസുആലുൽ മാലി യജൂസു ലിൽ ഹാജത്തി ഇദാ കാനൽ ഇൻസാനു മുത്തറൻ, ഇനി സമ്പത്ത് ചോദിക്കുക, പണം ചോദിക്കുക, ക്യാഷ് ചോദിക്കുക, അതൊക്കെ ആവശ്യത്തിന് വേണ്ടി അനുവദനീയമാണ്. എങ്ങനെയാണെങ്കിൽ ഇദാ കാനൽ ഇൻസാനു മുത്തറൻ, അയാൾ നിർബന്ധിതനാണ് എങ്കിൽ, അത്രമാത്രം അയാൾക്ക് ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്, ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ. ഫഇന്നഹു യജൂസു അൻ യസ്അല അന്നാസ ഹത്താ തർതഫിഅ ദറൂറത്തുഹു, അദ്ദേഹത്തിൻ്റെ നിർബന്ധിതാവസ്ഥ ഒഴിവാകുന്നത് വരെ, അത് ഉയർത്തപ്പെടുന്നത് വരെ, ഹത്താ തുർതഫഅ ദറൂറത്തുഹു എന്നായിരിക്കും, അത് അങ്ങനെ ചോദിക്കാം. അമ്മാ സുആലുൽ ഇൻസാനി വഹു അനീൻ ഫഹദ ഹറാം, എന്നാൽ ഒരാൾക്ക് ഇഷ്ടം പോലെ ഉണ്ട്, സമ്പത്തുണ്ട്, എന്നിട്ടും അയാൾ ചോദിക്കുക, ആൾ ആവശ്യത്തിനുണ്ട്, അപ്പോൾ അത് നിഷിദ്ധമാണ്, ഹറാമാണ് അങ്ങനെ ചോദിക്കൽ, അങ്ങനെ യാചിക്കൽ. മൻ സഅല അന്നാസ തകസ്സുറൻ ഫഇന്നമാ യസ്അലു ജംറൻ ഫല്യുഖില്ല ഔ ലിയസ്തക്സിർ അപ്പോൾ എന്താണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സഅല അന്നാസ തകസ്സുറൻ, വിഭവങ്ങൾ സ്വത്തുക്കൾ അധികമുണ്ടാക്കാൻ വേണ്ടിയിട്ട്, ആവശ്യത്തിനൊന്നുമല്ല, അധികമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളോട് ചോദിക്കുന്ന ആൾ, യാചിക്കുന്ന ആൾ, ഫഇന്നമാ യസ്അലു ജംറ, നിശ്ചയം അയാൾ ചോദിക്കുന്നത് തീക്കട്ടയാണ്, ജഹന്നമിലെ നരകത്തിലെ തീക്കട്ടയാണ്. ഫല്യുഖില്ല, അപ്പോൾ അതിന് കുറച്ച് ചോദിക്കട്ടെ, ഔ ലിയസ്തക്സിർ, അല്ലെങ്കിൽ കൂടുതൽ ചോദിക്കട്ടെ എന്ന് പറഞ്ഞാൽ, കുറച്ച് ചോദിച്ചാൽ കുറച്ച് തീക്കട്ട, കൂടുതൽ ചോദിച്ചാൽ കൂടുതൽ തീക്കട്ട എന്നർത്ഥം. വഖൗലുഹു വലാ യക്തബൂൻ, ഇനി ഹദീസിൽ വന്നത് എന്താണ്? വലാ യക്തബൂൻ, അവർ കൈ വെക്കുന്നവരല്ല. കൈ വെക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കൈ വെക്കല്ല, കയ്യത്ത് എന്ന് പറയുന്നത് ഒരു തരം തീ കൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. അപ്പോൾ അത് അവർ ചെയ്യൂല എന്ന്. ആര്? അള്ളാഹുവിൽ അതിയായ തവക്കുലുള്ള ഭരമേൽപ്പിക്കുന്ന ആളുകൾ, അവർ ഹിസാബ് വിചാരണയോ അതാബ് ശിക്ഷയോ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ, അവരെന്ത് ചെയ്യില്ല? കയ്യ് ചികിത്സ ചെയ്യൂല എന്ന്. കദാലിക ലാ യത്ലുബൂന മിൻ ഗൈരിഹിം അൻ യക്വീഹിം ബിന്നാരി മിൻ അജ്ലിൽ ഇലാജ്, ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് തീ കൊണ്ട് അവർ ചികിത്സ നടത്തൂല. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു, അള്ളാഹു ആലം, ഇപ്പോഴത്തെ റേഡിയേഷൻ ചികിത്സ കണ്ടല്ലോ, അതൊക്കെ ഒരു തരം ഇന്നത്തെ ഒരു തരം തീ കൊണ്ടുള്ള ചികിത്സയായിരിക്കും. വൽ കയ്യു ബിന്നാരി നൗഉം മിൻ അൻവാഇ തിബ്, ഇത് മെഡിസിൻ്റെ ഇനങ്ങളിൽപ്പെട്ട ഒരു ഇനമാണ് കൈ എന്ന് പറയുന്നത്, കൈ ചികിത്സ, കയ്യത്ത്. വഖദ് ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അഷ്ഷിഫാഉ ഫി സലാസിൻ ഷർബത്ത് അസലിൻ ഔ ഷർത്തത്തു മിഹ്ജമിൻ ഔ കയ്യത്തു ബിനാരിൻ. എന്താണ്? തേൻ കുടിക്കുക. 3 കാര്യങ്ങളിലാണ് ഷിഫ നബി പറഞ്ഞു. ഇത് മാത്രമാണെന്നുള്ളതല്ല, 3 പ്രധാന കാര്യങ്ങൾ പറഞ്ഞു. ഷർബത്തു അസൽ, എന്താണ്? തേൻ കുടിക്കുക. അല്ലെങ്കിൽ ഷർത്തത്തു മിഹ്ജമിൻ, അതായത് ഹിജാമ, കപ്പിംഗ്, കൊമ്പ് വക്കൽ, അതിന് ഉണ്ടാക്കുന്ന പോയിന്റ്, അല്ലെങ്കിൽ തീ കൊണ്ട് കയ്യത്ത് ചെയ്യുക എന്നത്. ഫി റിവായത്തിന് ഉഖ്റ, മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, അക്റഹു അൽ കയ്യ, ഞാൻ കൈ, ആ ചികിത്സാ രീതി ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന്. അതേപോലെ ഞാനത് നിരോധിച്ചിരിക്കുന്നു എന്നും നിസാസം പറഞ്ഞായി കാണാം. എന്നാൽ അത് ഹറാമിൻ്റെ നിരോധനമല്ല എന്നാണ് മനസ്സിലാകുന്നത്. ഫൽ കയ്യു ഇൻദൽ ഹാജത്തി ഇലാജുൻ മുബാഹുൻ, ആവശ്യമുള്ളപ്പോൾ, അത്യാവശ്യമുള്ളപ്പോൾ കൈ ചികിത്സാ രീതി ഉപയോഗിക്കുക എന്നത് അനുവദനീയമായ ചികിത്സയാണ്. വലാകിന്നഹു ഇദാ ത്വലബതുഹു മിൻ ഗൈരിക് യകൂനു മക്റൂഹൻ ലിഅന്നഹു മിൻ മസ്അലത്തിന്നാസ്, എന്നാൽ അത് മറ്റൊരാളിൽ നിന്ന് ചോദിക്കുക എന്ന് പറയുമ്പം അത് കറാഹത്താക്കപ്പെടും. അത് കാരണം എന്താണ്? ജനങ്ങളോട് ചോദിക്കലാണ്. വകദാലിക യുക്റഹു അൽ കയ്യു ദാതിഹി വകദാലിക യുക്റഹു അൽ കയ്യു ദാതുഹു ലിമാ ഫീഹി മിൻ തഅദീബ് ബിന്നാർ, തീ കൊണ്ട് ഉള്ള ശരീരത്തെ ശിക്ഷിപ്പിക്കുക അല്ലെങ്കിൽ ശരീരത്തിനെ ബുദ്ധിമുട്ടിക്കുക എന്നൊരു വിഷയം ഇതുള്ളതുകൊണ്ട് കയ്യ ചികിത്സ ആ തരത്തിലും എന്താണ്? കറാഹത്താക്കപ്പെടും.
അതിന് നഫ്സിൽ തന്നെ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ പോലും. ഖൗലുഹു വലാ യതതയ്യറൂൻ, അവർ ശകുനം നോക്കുന്നവരുമല്ല, തതയ്യുർ ചെയ്യുന്നവരല്ല എന്ന്. തതയ്യുർ എന്ന് പറഞ്ഞാൽ അത്തശാഉനു ബിത്തുയൂരി വഗൈരിഹ, പക്ഷികളെയും മറ്റും ഉപയോഗിച്ച് ശകുനം നോക്കലാണ്. സുമ്മ അർജുൽ മുതതയ്യറു അൻ മാ അസമ അലൈഹി മുതതയ്യർ ഹാദാ ഹുവ തതയ്യുർ. അമ്മ തഫാഉലു ഫഹു മഷ്റൂ, എന്നാൽ തഫാഉല് ഷറഅക്കപ്പെട്ട തഫാഉൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫഅല്, അതായത് ഭാവിയിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളതിനെക്കുറിച്ച് പറയാം, ശുഭവാർത്തകൾ പറയാം, അതാണ് ഫഅൽ എന്ന് പറയാം. അത് നബി അനുവദിച്ചിട്ടുണ്ട്. ലിഅന്നൽ ഫഅല ഹസ്നുൻ വന്നിൻ ബില്ലാഹി സുബ്ഹാനഹു വതആല. കാരണം ഫഅൽ എന്ന് പറയുമ്പോൾ അത് അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ചുള്ള നല്ല വിചാരമാണ്, ഭാവിയിൽ നമുക്ക് നല്ലത് കിട്ടുമെന്ന പ്രതീക്ഷയാണ്. അമ്മ തീറത്തു ഫഹിയ സൂഉൽ വന്നി ബില്ലാഹ്, തീറത്ത് ശകുനം നോക്കുക എന്ന് പറയുന്നത് അത് അള്ളാഹുവിനെ കുറിച്ചുള്ള ചീത്ത വിചാരം ആണ്. ഇനി ഫഹഉലാഇ സബഊനൽ അൽഫ് ഇസ്തഹഖൂ ഹാദിഹിൽ മൻസില, അപ്പോൾ ഈ 70,000 ആളുകൾ ഈ പദവി എത്തിയവരാണ്. ലിഅന്നഹും തറക്കൂ ഉമൂറൻ മുഹറമതൻ വഹിയ തീറ, കാരണം എന്താണ്? നിരോധിക്കപ്പെട്ട കാര്യങ്ങൾ ശകുനം നോക്കുക എന്നത് അവർ ഉപേക്ഷിച്ചു. ഔ മക്രൂഹത്തൻ വഹിയ ത്വലബത്തുർ റുഖിയത്തി വൽ കയ്യി മിനൻ നാസ്, അല്ലെങ്കിൽ കറാഹത്താക്കപ്പെട്ട കാര്യം ജനങ്ങളിൽ നിന്ന് കയ്യ് ചികിത്സ അല്ലെങ്കിൽ എന്താണ് റുഖിയ തേടുക എന്നത് അത് കറാഹത്താക്കപ്പെട്ടതാണ്, അത് അവർ ഉപേക്ഷിച്ചു. ഫഹും തറക്കൂഹ ഇസ്തിഗ്നാഅൻ അനിൻ നാസ്, ജനങ്ങളിൽ നിന്ന് നിരാശ്രയരാകുക എന്ന അർത്ഥത്തിലാണ് അവരതിനെ ഉപേക്ഷിച്ചത്. തവക്കുലൻ അലല്ലാഹി സുബ്ഹാനഹു വതആല, അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ തവക്കുലാക്കുക, ഭരമേൽപ്പിക്കുക എന്ന അർത്ഥത്തിലും. അന്നൽ ഇൻസാന യഖീ നഫ്സഹു വയർഖി ഗൈറഹു ഫഹാദാ ഫഅലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ ഒരാൾ സ്വന്തം നിലക്ക് റുഖിയ ചെയ്യാം, സ്വന്തത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി റുഖിയ ചെയ്തു കൊടുക്കുക, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ചിട്ടുണ്ട്. ഫറഖാ നഫ്സഹു വറുഖിയ വറഖാ ഗൈറഹു വറഖാഹു ഗൈറഹു അങ്ങനെയല്ല, ഫറഖാ നഫ്സഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായിട്ട് റുഖിയ നടത്തിയിട്ടുണ്ട്, ചികിത്സ നടത്തിയിട്ടുണ്ട്. മന്ത്ര ചികിത്സ, അതായത് ദിക്റുകളും ദുആകളൊക്കെ കൊണ്ടുള്ള പ്രാർത്ഥനകൾ കൊണ്ടുള്ള ചികിത്സ. റുഖിയ ഗൈറുഹു, മറ്റുള്ളവർ നബിയെ റുഖിയ നടത്തിയിട്ടുണ്ട്, ജിബ്രീൽ അലൈഹി സ്വലാം റുഖിയ നടത്തിയിട്ടുണ്ടെന്നതായിരിക്കണം. വറഖാഹു ഗൈറഹു, മറ്റുള്ളവരെ നബി റുഖിയ നടത്തിയിട്ടുമുണ്ട്. ഫല കറാഹത്ത ഫീ ദാലിക്, അപ്പോൾ അതിൽ കറാഹത്ത് ഇല്ല. യബ്ഖി ഖദിയത്ത് തദാവി ബിൽ മുബാഹി കൽ ഹുബൂബി മസലൻ ഔ ബിൽ അഅ്ശാബ് ഔ ബി ഇജ്റാഇൽ അമലിയാത്തിൽ ജറാഹിയ. ഇനി ഇവിടെ അനുവദനീയമായിട്ടുള്ള ചികിത്സാ രീതികൾ, ഹുബൂബ് ധാന്യങ്ങൾ കൊണ്ട്, ഔഷധങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ അഅ്ശാബ് ചെടികളൊക്കെ കൊണ്ട് ഉള്ള ചികിത്സ. ഔ ബി ഇജ്റാഇൽ അമലിയാത്തിൽ ജറാഹിയ, അല്ലെങ്കിൽ ഓപ്പറേഷൻ, സർജിക്കൽ ഓപ്പറേഷൻസ്. ഇസ്തിസാലിൽ അവാരിമി അബി സവായിദി ഫഹദാ മുബാഹ്, ഇങ്ങനെയുള്ള മെഡിക്കൽ ചികിത്സകളൊക്കെ അതൊക്കെ അനുവദനീയമാണ്. മിൻ ഗൈരി കറാഹത്തിൻ, കറാഹത്തില്ലാതെ അനുവദനീയമാണ്. ലിഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണ് തെളിവ്. തദാവൂ വലാ തദാവൂ ബി ഹറാം, നിങ്ങൾ ചികിത്സിക്കൂ, മരുന്ന് ഉപയോഗിച്ച് ചികിത്സിക്കാനാണ് എന്നിട്ട് പറയുന്നത് എന്ത്? ഹറാം കൊണ്ട് പക്ഷേ നിങ്ങൾ ചികിത്സിക്കരുത് എന്നതാണ്. അപ്പോൾ ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു വചനം, മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ വ അൻസല ലഹു ഷിഫാ, അള്ളാഹു ഒരു രോഗവും ഇറക്കിയിട്ടില്ല, ഇല്ലാ വ അൻസല ലഹു ഷിഫാ, അതിന് ഷിഫാ ഇറക്കിയിട്ടല്ലാതെ. അപ്പോൾ എല്ലാത്തിനും അള്ളാഹിൻ്റെ അടുത്ത് മരുന്നുണ്ട്, അള്ളാഹു മരുന്ന് ഇവിടെ നിശ്ചയിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ മറക്കും, വൈകിപ്പോകും എന്നതാണ്. അപ്പോൾ അലിമഹു മൻ അലിമഹു, അല്ലെങ്കിൽ മൻ അല്ലമഹു എന്നായിരിക്കും, മൻ അലിമഹു തന്നെ. വ ജഹലഹു മൻ ജഹലഹു എന്ന് പറഞ്ഞാൽ അത് അറിഞ്ഞവനറിയാം, അറിയാത്തവനറിയില്ല. മരുന്ന് ഒമനിൽ ഉലമാഇ മൻ യറാ അന്ന തദാവി മുസ്തഹബ്ബുൻ, ചികിത്സ മരുന്നുകളൊക്കെ ഉപയോഗിച്ചുള്ള ചികിത്സ മുസ്തഹബ്ബാണ്, ഉത്തമമാണ് എന്ന വീക്ഷണക്കാർ പണ്ഡിതന്മാരിലുണ്ട്. വമനിൽ ഉലമാഇ മൻ യറാ അന്നഹു വാജിബുൻ, നിർബന്ധമാണ് ചികിത്സ, അത്യാവശ്യമുള്ള ചികിത്സയ്ക്ക് നിർബന്ധമാണ് എന്ന വീക്ഷണമുള്ള പണ്ഡിതന്മാരുണ്ട്. വത്തദാവി സവാഅൻ കാന മുബാഹൻ ഔ മുസ്തഹബ്ബൻ ഔ വാജിബൻ ലാ യുനാഫി അത്തവക്കുൽ. അപ്പോൾ ഇനി ചികിത്സ എന്നത് അത് അനുവദനീയമാണെങ്കിലും മുസ്തഹബ് ഉത്തമമാണെങ്കിലും നിർബന്ധമാണെങ്കിലും അത് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നതിന് എതിര് അല്ല. വത്തദാവി സബബുൻ, അപ്പോൾ ചികിത്സിക്കുക എന്നത് ഒരു കാരണമാണ്. വൽ അഖ്ദു ബിൽ അസ്ബാബി ഖദ് അമറ അല്ലാഹു തആല ബിഹി, അപ്പോൾ അസ്ബാബുകൾ സ്വീകരിക്കുക, അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങൾ സ്വീകരിക്കുക എന്നത് അള്ളാഹു തആല കൽപ്പിച്ച സംഗതി ആണ് എന്ന്.
ഖൗലുഹു ഫഖാമ ഉക്കാശത്ത് ബിനു മുഹ്സൻ. ഉക്കാശ റളിയല്ലാഹു അൻഹു അദ്ദേഹം എണീറ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ 70,000 ആളുകളുണ്ട്, ശിക്ഷയോ വിചാരണയോ ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഉക്കാശ റളിയല്ലാഹു അൻഹു എണീറ്റിട്ട് പറഞ്ഞു, ഉക്കാശത്തു ബിനു മുഹ്സൻ അൽ അസദി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പിന്നെ സാബിഖീന ഇലൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് മുൻകടന്നു വന്ന ആളുകളിൽപ്പെട്ട സഹാബിയാണ്. ഷഹിദ അസ്വത്ത് ബദർ യുദ്ധത്തിൽ അദ്ദേഹം സാക്ഷിയായിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്. വൈറഹ മിനൽ മഷാഹിദി മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതേപോലെ മറ്റ് പല യുദ്ധങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പങ്കെടുത്തിട്ടുണ്ട്. ആയിഷ ബഅദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷവും അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. വഖാതല ഫി ഹുറൂബി റിദ്ദത്തി ഹത്താ ഖുതില റളിയല്ലാഹു അൻഹു, ഹുറൂബുർ റിദ്ദയിൽ അത്തരം എന്നറിയപ്പെടുന്ന യുദ്ധത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? കൊല്ലപ്പെട്ടു എന്നതാണ്. ഫഖാല ഷഹീദായി. ഫഖാല യാ റസൂലല്ലാഹ് ഉദുഅല്ലാഹ അൻ യജ്അലനി മിൻഹും. അപ്പോൾ ഉക്കാശ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തുടർന്ന് പറഞ്ഞത് എന്താണ്? അള്ളാഹുവിൻ്റെ റസൂലേ, അള്ളാഹുവിനോട് താങ്കൾ ദുആ ചെയ്യൂ എന്നെ ആ കൂട്ടരിൽ ഉൾപ്പെടുത്താൻ. അതായത് ശിക്ഷയോ ഹിസാബോ ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ. ഹാദാ ഫിഹി മഷ്റൂഇയ്യത്തു തലബ് ദുആഇ മിൻ അഹ്ലിൽ ഖൈർ. അപ്പോൾ ഇതിലെന്തുണ്ട്? അഹ്ലുൽ ഖൈർ, നന്മയുടെ ആളുകളിൽ നിന്ന് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് തേടുക എന്നത് ഷറാക്കപ്പെട്ടതാണ്. എപ്പോൾ? അൽ അഹ്യായി, ജീവിച്ചിരിക്കുന്ന കാലത്ത്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാം. മറ്റു പലരോടും സ്വാലിഹായ ആളുകൾ നമ്മൾ ധരിക്കുന്ന ആളുകളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാം. മറ്റുള്ള സത്യവിശ്വാസികൾ മൊത്തത്തിൽ അങ്ങനെ ആവശ്യപ്പെടാം ജീവിച്ചിരിക്കുന്ന കാലത്ത്. ലിഅന്ന ഹാദ സ്വഹാബിയു തലബ ദുആ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം ഈ സ്വഹാബി അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് ദുആ തേടി. ഫഅഖറഹു അലാ ദാലിക്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുകയും ചെയ്തു. ഫദല്ല അലാ ജവാസിൻ, അപ്പോൾ അത് അനുവദനീയതയെ സൂചിപ്പിക്കുന്നു, അറിയിക്കുന്നു. തലബു ദുആഇ മിനസ് സ്വാലിഹീനൽ അഹ്യാ, അലാ ജവാസി തലബി ദുആഇ മിനസ് സ്വാലിഹീനൽ അഹ്യാ, ജീവിച്ചിരിക്കുന്ന സ്വാലിഹീങ്ങളിൽ നിന്ന് ദുആ തേടാം എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ എന്ന് പറയാം. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത മിൻഹും, താങ്കൾ ആ കൂട്ടത്തിൽപ്പെട്ട ആൾ എന്ന് പറഞ്ഞാൽ ആ 70,000 ആളുകൾ നബിൻ്റെ ഉമ്മത്തിൽ ശിക്ഷയില്ലാതെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞില്ല, ആ കൂട്ടത്തിൽപ്പെട്ടയാളാണ് അങ്ങ് എന്ന് പറഞ്ഞു. അഖ്ബറ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന ഉക്കാശത മിനസ് സബഈന അൽഫി അല്ലദീന യദ്ഖുലൂന അൽ-ജന്നത ബിലാ ഹിസാബിൻ വലാ അദാബ്, ശിക്ഷയോ വിചാരണയോ കൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ നിന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന 70,000 ആളുകളിൽ ഉക്കാശപ്പെടുന്നു എന്ന് ഉക്കാശ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഖദ് വഖഅ മാ അഖ്ബറ ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സംഭവിക്കുമല്ലോ. ഫഇന്നഹു ഖുതില ഷഹീദൻ ഫീ സബീലില്ലാഹി അസ്സ വജൽ, അല്ലാഹു അസ്സ വജലിൻ്റെ മാർഗ്ഗത്തിൽ അദ്ദേഹം ഷഹീദാക്കപ്പെട്ടു, അദ്ദേഹം രക്തസാക്ഷിയായി. വഫി ഹാദാ ദലീലുൻ മിൻ അദില്ലത്തിൻ നുബുവ, ഇവിടെ നുബുവത്തിൻ്റെ ദലീലുകൾപ്പെട്ട ദലീൽ ഇതിലുണ്ട്. ഹൈസു അഖ്ബറ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന ഉക്കാശത മിനസ് സബഈന അൽഫ്, ആ 70,000 ആളുകളിൽ ഉക്കാശപ്പെടുന്നു നബി വിവരം അറിയിച്ചത് എന്താണ്? മുഅ്ജിസത്തിൻ്റെ ഭാഗമാണ്. വഖുതില ഷഹീദൻ ഫി സബീലില്ലാഹി അസ്സ വജൽ, അദ്ദേഹമാകട്ടെ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ഷഹീദായി. ഫസ്വാറ ഫി സുംറത്തി ശുഹദാഇ ഫി സബീലില്ലാഹ്, അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ശുഹദാക്കളുടെ കൂട്ടത്തിൽ അദ്ദേഹം പെട്ടു. മഅ സബ്ഖിഹി ഇലൽ ഇസ്ലാം, അദ്ദേഹം ഇസ്ലാമിലേക്ക് മുൻകടന്നു വന്നവരിൽ പെട്ടവരാണ് എന്നോടൊപ്പം തന്നെ. വശുഹൂദുഹു ബദ്റൻ വൈറുഹാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വശുഹൂദിഹി ബദ്റൻ വൈരിഹ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതേപോലെ അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അദ്ദേഹം ബദറിൽ യുദ്ധത്തിൽ പങ്കെടുത്തതും മറ്റു കാര്യങ്ങളൊക്കെ. ثم قام رجل آخر, പിന്നെ മറ്റൊരാൾ എണീറ്റു. فقال, അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ഉദുഉ അല്ലാഹ അൻ യജ്അലനി മിൻഹും, എന്നെയും ആ കൂട്ടത്തിൽപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിനോട് താങ്കൾ ദുആ ചെയ്യൂ. ഖാല, അപ്പോൾ നബി എന്ത് പറഞ്ഞു? സബഖക ബിഹാ ഉക്കാശ, അതുകൊണ്ട് ഉക്കാശ താങ്കളെ മുൻകടന്നിരിക്കുന്നു, ഉക്കാശ കൊണ്ടുപോയി. കഅന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലിമ അന്ന ഹാദ റജുല ലാ യസിലു ഇലാ ഹാദിഹിൽ മർത്തബ, അപ്പോൾ ഈ രണ്ടാമത് ദുആ ചെയ്യാൻ പറഞ്ഞ ആ വ്യക്തി ഉണ്ടല്ലോ, ആ സ്വഹാബി, അദ്ദേഹം ഈ ഒക്കാശയുടെ പദവിയിലേക്ക് എത്തുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞ പോലെയുണ്ട്. വലാകിൻ മാ ജാബഹു ബികലാമിൻ യക്റഹുഹു, പക്ഷെ അദ്ദേഹത്തിന് വിഷമമുണ്ടാക്കുന്ന ഒരു സംസാരം അദ്ദേഹത്തെ അഭിമുഖമായി അദ്ദേഹത്തെ മുന്നിട്ട് നബി സംസാരിച്ചില്ല. വലം യഖുൽ ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞില്ല,
അന്തലാ തസ്തഹിഖു, നീ അതിന് അർഹതപ്പെട്ട ആളല്ല. ഔ അന്തലസ്ത മിൻ അഹ്ലി ഹാദിഹിൽ മൻസില, ഈ പദവിയുടെ അഹ്ലുകാരിൽപ്പെട്ട ആളല്ല താൻ. ഇതൊന്നും നബി പറഞ്ഞില്ല. വഹാദ മിൻ ഹുസ്നി അദബിർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നല്ല അദബിൽപ്പെട്ടതാണ്. ബൽ ജാഅ ബി കലിമത്തിൻ ലം തുസർ അല റജുൽ, ഈ വ്യക്തിക്ക് ഒരു തഅസ്സുർ ഉണ്ടാക്കാത്ത, ഒരു വിഷമുണ്ടാക്കാത്ത, ഒരു പ്രതിഫലനം, മോശമായ പ്രതിഫലനം ഉണ്ടാക്കാത്ത പദമാണ് നബി ഉപയോഗിച്ചത്. വഹിയ വാഫിയത്തും ബിൽ മഖ്സൂദ്, ഉദ്ദേശം പൂർത്തീകരിക്കാൻ അത് മതി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? ഫഖാൽ സബഖക ബിഹാ ഉക്കാഷ, ഉക്കാഷ താങ്കൾക്ക് മുന്നേ മുൻകടന്നു എന്ന്. അപ്പോൾ നേർക്ക് നേരെ പറഞ്ഞില്ല എന്നർത്ഥം. ഇതാണ്. ഇനി ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളുണ്ട്. അതായത് ഇനി കിതാബ് തൗഹീദിൽ ഇതിൻ്റെ ഫവായിദ് ഷെയ്ഖ് അവറുകൾ പറയുന്നത് നമുക്ക് അടുത്ത ഓഡിയോയിൽ ഇൻഷാ അല്ലാഹ്.